ഇതുണ്ടല്ലോ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ കൊള്ളാം, അതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചെയ്തതിലും കൂടുതൽ പോസ്റ്റ് ചെയ്തപ്പോ ഉടനെ 30 ലൈക്ക്. ഞാനാണെങ്കിൽ ഇട്ട ഉടനെ 50 ഒറ്റയടിക്ക് കയറും. നമ്മൾ 50-ലാണ് തുടങ്ങുന്നത്. ഒന്നൊന്ന് ഇട്ട് കാണിക്കുക, എത്ര ലൈക്കും ഷെയറും ഒക്കെ കിട്ടുമെന്ന് അറിയാലോ. കാണിച്ചാലോ? അത്രക്ക് വാശിയാണ് പറഞ്ഞിട്ട് കാണിക്കും. ഇതേ പ്രോത്സാഹിപ്പിക്കുമ്പോ അതിനകത്ത് കയറി ഞോണ്ടണം. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നിനക്കറിയാലോ. അപ്പൊ അവള് ലോകത്തില്ലാത്ത കളറ് സൗന്ദര്യം ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ അതൊക്കെ എന്തായാലും എനിക്ക് ചേച്ചിനേലും കൂടുതലുണ്ട്. കാണിച്ചു തരാം കേട്ടാ. ഇത് നോക്കിക്കോ നിന്റെ പെങ്ങളാ ഞാൻ. നമ്മുടെ കുടുംബത്തിന്റെ മാനം ഞാനിവിടെ കൊണ്ടുവരും. വിട്ടുകൊടുക്കൂലടാ, പിന്നോട്ട് മാറൂലേ. ചേച്ചി ഒരു വീഡിയോ എടുത്തോണ്ട് വാ. ഇപ്പൊ തന്നെ ചെയ്തിട്ടുള്ള കാര്യം തങ്കം ആരാണെന്ന് നിങ്ങൾ വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. കുടുംബത്തിന്റെ മാനം കാക്കണേ. കാക്കും. വീഡിയോ എടുത്തരാൻ വരട്ടെ അമ്മ, വീഡിയോ എടുത്തരാം. നീ അത് ലൈക്ക് കൂട്ടാൻ നോക്കിട്ടിരുന്നാലേ ഈ കറിക്ക് ഉപ്പിടാൻ മറന്നു വരുത്. ഉപ്പില്ലാന്ന് അപ്പൊ പറയായിരുന്നില്ലേ? വിട്ടുവരുമായിരുന്നല്ലോ. നീ അന്നേരം മോന്റെ വലിച്ചിറക്കിയിരിക്കണ്ടെന്ന് എഴുതി പറഞ്ഞില്ലെന്നേ ഉള്ളു. കുഴപ്പം ശ്രദ്ധിച്ചാൽ മതി. മൊബൈലിൽ നിന്ന് കുറച്ച് ശ്രദ്ധ മാറ്റണേ. പിന്നെ മാമ ഇത് നോക്കി. എന്താ അമ്മ ടിക്ടോക്ക് ചെയ്ത്. അയ്യോ, ഇത്രയും പെട്ടെന്നാ? അവള് പുലിയല്ലേ. അടിപൊളി. ഇത്രയും പെട്ടെന്ന് എങ്ങനെ അവള്? ഇടക്കിടക്ക് തെറ്റുണ്ടല്ലോ. എന്ത് പറ്റി? ഒരു തെറ്റില്ല, ചുമ്മാ 200 ലൈക്ക് ഉണ്ടോ? കിടിലാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ? തങ്കം മനസ്സ് വിചാരിച്ചാലുണ്ടല്ലോ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. ചിലര് പൊങ്ങി പോണെങ്കി പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ അഹങ്കാരം. ഇപ്പൊ എന്തായി? എത്ര ലൈക്ക് ആയിക്കോളെ? 200 ലൈക്ക് ഇട്ടേ. അപ്പൊ ആർക്കാ കൂടുതലിപ്പോ? അത് വീഡിയോക്ക് അമ്മയ്ക്ക്. എന്റെ പൊന്നേട്ടാ, ഈ ലൈക്ക് കൂടുന്ന ആ വീഡിയോയുടെ ഭംഗിയുണ്ടൊന്നും അല്ല, മണ്ടത്തരം കണ്ട് പാവം തോന്നിട്ട് ലൈക്ക് കയറിയതാ. അയ്യാ, മണ്ടത്തരം കണ്ട് നീയല്ലേ പറഞ്ഞ നിന്നിപ്പോ സിനിമയിലോട്ട് അങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു. എന്റെ മോളെ, ഈ കളറും ഇതൊക്കെ കണ്ടിട്ട് നിന്റെ തൊലി വെളുപ്പൊക്കെ കണ്ടിട്ട് സിനിമയിൽ എടുക്കണൊക്കെ പണ്ട്. ഇപ്പൊ കഴിവിന് എന്നെ പോലെ എല്ലാത്തിനും കഴിവുള്ള ആൾക്കാരെ സിനിമയിൽ. എനിക്കിപ്പോ തോന്നുന്നറിയാമോ, മിക്കവാറും നിന്നെ സിനിമ കൊണ്ടുപോകും. എന്റെ ഏട്ടാ, ഈ ടിക്ടോക്കിൽ കഴിവ് കൊണ്ട് ഒന്നും അല്ല ലൈക്ക് കയറുന്നത്, മണ്ടത്തരത്തിനല്ല ലൈക്ക് കയറുന്നത്. അപ്പൊ നിന്റെ മണ്ടത്തരത്തിനാണോ നിനക്ക് 15 ലൈക്ക് കിട്ടിയത്? 15ഓ? അതിൽ കൂടുതലൊക്കെ ഉണ്ട്. എന്താ കാര്യം? അവളുടെ വീഡിയോയുടെ കൂടെ നിൽക്കുന്നത് ആരാ? തങ്കത്തിന്റെ മോള്. പകുതി ലൈക്ക് അവക്കുള്ളതാ. അത് ശരിയാണ്. 15 ഉള്ളൂ നിനക്ക്. 15 ലൈക്ക് തങ്കം ഒറ്റയ്ക്കാ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരല്ലേ ചോദിക്കുന്നത്? അല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്കും പറ്റും. കാരണം നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ എങ്ങനെ എടുത്തെന്ന് പറയടി? അതാണ് ദിവളുണ്ടല്ലോ എന്റെ മോളാന്ന് പറഞ്ഞാൽ വെറുതെ ഈ കടകട്ട പോത്തിനെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. അതിപ്പോ അമ്മയും കാട്ടി നല്ലോണം ഇല്ലായ്മ ചെയ്യും. പറഞ്ഞു കൊടുക്കാം, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഞാൻ കഷ്ടപ്പെട്ട പെടല് കാണണോടാ. നീ എങ്ങനെ എടുത്തെന്ന് പറയാ? മിടിക്ക്. അതൊക്കെ ഞാൻ അന്വേഷിച്ചു. സസ്പെൻസ് അതൊക്കെ. സസ്പെൻസ്. പക്ഷെ ഒരു കാര്യം പറയണം, നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്തത്. തങ്കം ഒറ്റയ്ക്കാണ് ചെയ്തത്. നടക്കൂല. നിസ്സാര പണിയൊന്നുമല്ല. എന്താട്ടാ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂലേ? നീ വൈകുന്നേരം കൂടെ വാടി. അല്ലേ പറയട്ടെ ഒരു കാര്യം. നിങ്ങൾ ഇപ്പൊ തങ്കം എന്തായാലും ഒറ്റയ്ക്ക് ചെയ്തു, നീ ഒറ്റയ്ക്ക് ഏറ്റവും നന്നായിട്ട് ടിക്ടോക്ക് ചെയ്യുന്ന ആൾ എന്റെ പക ഒരു സമ്മാനം ഇപ്പൊ തന്നെ തന്നേക്കടാ. സമ്മാനം എടുത്തോ. എന്റെ ഏട്ടാ, അങ്ങോട്ട് കൊടുക്കണം. എന്തിനാ ഇങ്ങോട്ട്? സമ്മാനം അല്ല, മത്സരം കഴിഞ്ഞില്ലല്ലോ. മത്സരം നടക്കട്ടെ. എനിക്കറിയാലോ, എനിക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് കാണാം. വീഡിയോ ഒക്കെ വരട്ടെ. ശരി, അപ്പൊ ആദ്യം ഓരോരുത്തർ ഒറ്റയ്ക്ക് പോയി ചെയ്യും. ഒറ്റയ്ക്ക് ചെയ്തിട്ട് ആ വീഡിയോക്ക് മികച്ചതിന് എന്റെ ഒരു സമ്മാനം. ശരി, അപ്പൊ നടക്കട്ടെ. എന്റെ ഫോണും കൊണ്ടാ അതങ്ങോട്ട് കൊടുത്തേക്ക്. നമ്മുടെ നോക്കിട്ട് കോപ്പി അടിക്കാനാ ഓരോന്ന്. പിന്നെ നല്ലൊരു വീഡിയോ എടുക്കാം. നമുക്ക് ഡാൻസ് ചെയ്യാൻ. ഇതിന്റെ പറയാ സമയത്ത് ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കണേ. ഇപ്പൊ ഇവിടെ ഉപ്പിട്ടില്ല. അവളെ പോലെയാണോ നിന്റെ പെങ്ങള്? വന്നേ, വീഡിയോ അവൾ എടുക്കുമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് കുടുംബം, പെങ്ങള്, കുടുംബത്തിന്റെ മാനം അതെപ്പോഴും മനസ്സിലുണ്ടായിക്കൊള്ളണം. എടാ, സീരിയസ് ആയിട്ട് നീ നന്നായിട്ട് ചെയ്യേട്ടാ. നാളെ കിടത്തണ്ട. ഇല്ല